തോന്നി ഇത് ബിന്ദുവാണ് ചെയ്യേണ്ടത്. അത്ര ഒരു ചെറിയ അപ്പിയറൻസ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സാങ്കത്യമുള്ള ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി ഒന്നോ രണ്ടോ ഇനി ബിന്ദുവിനെ ചോദിക്കാനുള്ള, എന്നോട് ചോദിക്കാനുള്ള ചോദിക്കാം, സായിയോട് ചോദിക്കാനുള്ള ചോദിക്കാം. സായിയുടെ വീട്ടിൽ വെച്ച് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ച് ചോദിച്ചോളൂ. ചോദിച്ചോട്ടല്ലേ, അതിനുള്ള അവസരമല്ലേ. സായി ഉത്തരം മുട്ടിക്കരുതേ പ്ലീസ്. ജഗദീശന്റെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക്, സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. പിന്നെ എനിക്ക് ഇവരോടൊക്കെ എന്താ ചോദിക്കുക, എന്നേക്കാളും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കണ്ടു വളർന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല ജഗദീശേട്ടാ, വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല, ഈ സിനിമയെ കുറിച്ചുള്ള ബിന്ദുവിന്റെ പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് ഇത് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളുടെ മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ. പിന്നെ എല്ലാവരും അതൊന്ന് കാണാന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഒരു അച്ഛനമ്മ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ പ്രതീക്ഷ അല്ലേ, ഒരു അമ്മയുടെ സന്തോഷം, അതൊക്കെയാണ് നാളെ പൂവണിയാൻ പോകുന്നത്. സായി, മധുവിധു കഥ കേട്ടല്ലോ. ആദ്യം സായിയുടെ വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞപ്പോൾ സായി വളരെയധികം ഗൗരവത്തോടെ കേട്ടു. പിന്നീടാണ് പറഞ്ഞത്, സായി ചേട്ടന് വേണ്ടിയല്ല ഈ കഥ പറയുന്നത്, കല്യാണിക്ക് വേണ്ടിയാണ് കഥ പറയുന്നത്. സായിക്ക് ചെറിയൊരു നിരാശ തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷെ കാരണം പെട്ടെന്ന് തന്നെ വേറെ വേഷം വന്നു. അതുകൊണ്ട് സായി, കഥ കേട്ടതിൽ നിന്നും സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് സായിക്ക് പറയാനുള്ളത്? അല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മധുവിധു എന്ന് പറഞ്ഞ സിനിമയില് ആദ്യം കഥ പറയാൻ വരുന്നത് മോളുടെ അടുത്താണ്, കല്യാണിയുടെ അടുത്താണ്. അപ്പോൾ ഇതില് ആരാണ്